അകക്കണ്ണിന്റെ തെളിച്ചത്തിൽ വായനയുടെ ആനന്ദം, വടിവൊത്ത അക്ഷരങ്ങൾക്കപ്പുറം വായനയുടെ ഹൃദ്യത. 4ാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം വേറിട്ട വായനയുടെ ഇടം കൂടിയാണ്. അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞ് അറിവിനായി എത്തുന്നവരും നിരവധി. ഇതിഹാസങ്ങൾ തൊട്ട് ഗ്രാമ്യതയുടെ ഈരടികൾ വരെ, ആശാനും സുൽത്താനും എംടിയും കാളഭൈരവനും അഷിതയും, ഒടുവിൽ പുതിയ കാലത്തിന്റെ പകർന്നാട്ടക്കാർ വരെ. പൗരസ്ത്യവും പാശ്ചാത്യവും, ഭാഷയുടെ കടലും കടന്ന് വായനയുടെ ആവേശം, ചെറുതും വലുതുമായ പ്രസാധകർ, വലുപ്പച്ചെറുപ്പമില്ലാത്ത എഴുത്തുകാർ. ഇങ്ങനെ ഈ യാത്ര തുടരുമ്പോൾ ആരും ഒന്നിവിടെ നിന്നു പോകും. മരങ്ങൾക്കിടയിൽ എങ്ങോ നിന്ന് കേൾക്കുന്നു, അയ്യോ എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ. യോഹന്നാൻ ഓർത്തു, വ്യസനം തൂക്കി നോക്കാനാവുമോ? വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വയ്ക്കാമോ? അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞ് മറ്റൊരു ലോകത്തെ കൂടെ കൂട്ടുകയാണ് ചിലർ. പുറഞ്ചട്ടയുടെ മനോഹാരിതയും കൂട്ടക്ഷരങ്ങളുടെ ഭംഗിയിലെങ്കിലും മനസ്സ് നിറഞ്ഞ സന്തോഷം മാത്രം. ആക്ച്വലി ബ്രെയിൽ ലിപി വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ആയാലും ബ്രെയിൽ ലിപി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ പബ്ലിക് സ്പേസിലായാലും ഒക്കെ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൽ ലിപി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിൽ ലിപി ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ബ്രെയിൽ ലിപിൻ്റെ പുതിയ വേർഷൻസും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ കാഴ്ചയില്ലാത്തവരെ എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും പൊതുസമൂഹത്തിലായാലും ഒക്കെ ഒരു കോമണർ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രെയിൽ ലിപി കുട്ടിക്കാലത്തെ പഠിച്ചെടുത്തതുകൊണ്ട് വായനയ്ക്ക് ആയാസമില്ല. ഇങ്ങനെ വായിച്ചെടുക്കാൻ അധികം പുസ്തകങ്ങളില്ലല്ലോ എന്ന പരിഭവം മാത്രം. ഒരുപാട് കോസ്റ്റ്ലി ആയതുകൊണ്ടും ഒരുപാട് പുസ്തകങ്ങളൊന്നും സാധാരണക്കാരുടെ അത്രയും അവൈലബിൾ അല്ല ബ്രെയിൽ ലിപിയിലേക്ക്. എന്നാലും പറ്റുന്ന പരമാവധി ഒരുപാട് പുസ്തകങ്ങൾ ബ്രെയിൽ ലൈബ്രറിയിൽ ഇപ്പോൾ എഴുതി വരുന്നുണ്ട്. അകക്കണ്ണു നിറയെ അക്ഷരങ്ങളുടെ നിറങ്ങളാണ്. തൊട്ടറിയുന്ന വായനയിലൂടെ ഇവർ അടുത്തറിയുന്നതും മറ്റൊരു ലോകത്തെ. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾക്കും ഭംഗി വേറെ. ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.